കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണനെ പ്രതി ചേർത്ത് റിപ്പോർട്ട് നൽകി SIT. വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. ഒന്നാം പ്രതിയായ ജിതിൻ ഭാസ്കർ നിർമ്മിച്ച സ്ക്രീൻഷോട്ട് റിബേഷ് റെഡ് എൻകൗണ്ടർ വാട്സാപ്പ് കൂട്ടായ്മയിൽ പോസ്റ്റ് ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. കേസിൽ പ്രതി ചേർത്ത സാഹചര്യത്തിൽ റിബേഷിനെ ഉടൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, എന്തൊക്കെ ആണ് റിബേഷ് രാമകൃഷ്ണനെതിരായ ആരോപണങ്ങൾ? ഈ പ്രതി ചേർത്തതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? നീലിമ, കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കർ നിർമ്മിച്ച ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഈ റിബേഷ് രാമകൃഷ്ണനാണ് ഈ റെഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തത് എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഗ്രൂപ്പിന്റെ അഡ്മിനും റിബേഷ് രാമകൃഷ്ണനാണ്. ഈ സാഹചര്യത്തിലാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിബേഷ് രാമകൃഷ്ണനെ കൂടി പ്രതി ചേർത്തുകൊണ്ട് SIT സംഘം വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ കോഴിക്കോട് കോടതി ഈ റിബേഷ് രാമകൃഷ്ണന് ജാമ്യം അനുവദിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ റിബേഷ് രാമകൃഷ്ണന് ഈ നോട്ടീസ് നൽകിക്കൊണ്ട് ചോദ്യം ചെയ്യാൻ ഉടൻ വിളിപ്പിക്കും എന്നാണ് SIT സംഘം പറയുന്നത്. ശരി അനഘ.